കല്യാണം രാത്രിയിലായിരുന്നു കല്യാണം. ചെയ്തത് എന്റെ സ്വന്തം അമ്മയാണെന്നാണ്. സ്വന്തം അമ്മയാ, പക്ഷെ ഇതെന്റെ അമ്മായിമ്മയാ. ഇതെന്റെ ഇവിടുത്തെ അച്ഛന്റെ അമ്മയാ. വീട്ടിൽ വെച്ച്, അമ്പലത്തിലല്ലായിരുന്നു. അവരുടെയും കല്യാണത്തിന് വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്റെ അമ്മയുടെയും കല്യാണം വീട്ടിൽ വെച്ച്, നിങ്ങളുടെ കല്യാണം വന്നപ്പോ ഓഡിറ്റോറിയത്തിൽ വെച്ചൊക്കെ അതിവിപുലമായിട്ട് ഇപ്പോഴത്തെ രീതിയിലാണ് നടത്തിയത്. വീട്ടിൽ വെച്ച് കല്യാണം നടത്തി. അപ്പൊ ഇവിടെ അടുത്തല്ലോ, 1 കിലോമീറ്റർ അല്ലേ ഉള്ളൂ. പിന്നെ അതുകൊണ്ട് കാറല്ല വന്നത്. അമ്മയുടെ അച്ഛനെ ലവ് മാരേജ് ആയിരുന്നോ? ഓ ലവ് മാരേജ് ലവ് മാരേജ് ഒന്നും അല്ല. ഓ എന്നെ കണ്ടു അങ്ങനെ കല്യാണം കഴിക്കണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. അങ്ങനെ ഇങ്ങോട്ട് വന്നേ? കാറിന് വന്നു. കല്യാണം രാത്രിയിലായിരുന്നു കല്യാണം, പകലല്ലായിരുന്നു. അന്ന് രാത്രിയിലത്തെ സമയം വെച്ചായിരുന്നു എന്റെ കല്യാണം. രാത്രിയിലാണ് വന്ന് കയറിയത്. പറഞ്ഞ് ജോസ്യം കുറിച്ചതാ. രാത്രിയിലോ? രാത്രി സമയം ഓർമ്മയുണ്ടോ? എത്ര മണിയാ കല്യാണ സമയമുണ്ട്? എത്ര മണിയായിരുന്നു? 8 മണിക്കോ? 8 മണിക്ക്. അത് ആദ്യമായിട്ട് കേൾക്കുവാ. കല്യാണം രാത്രിയിലായിരുന്നു. എങ്ങനെയായിരുന്നു കല്യാണം ഒക്കെ? ഞങ്ങളുടെ കാലത്ത് ഇപ്പോഴത്തെ കാട്ടി ഒരു ഇച്ചിരി വ്യത്യാസമേ ഉള്ളൂ. അന്ന് ഞങ്ങളുടെ വീട്ടിൽ വെച്ചായിരുന്നു കല്യാണം. അന്നും വീട്ടിൽ വെച്ചാ കല്യാണം. 10 മണിക്കും 10:30ക്കും ഇടയ്ക്ക് ഒന്നിനും ഒരു സമയമില്ലാത്തൊരു സമയം. ഒരുങ്ങാൻ സമയമില്ല, ഫോട്ടോ എടുക്കാൻ സമയമില്ല, ഒന്നിനും സമയമില്ല. അങ്ങനെ ഒരു അവസ്ഥയായിപ്പോയി എന്റെ കല്യാണം. കല്യാണം വരെ ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. വീട്ടിലെ കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പം കല്യാണം കഴിഞ്ഞപ്പം വീട്ടിലുള്ളവർ പറഞ്ഞു തന്നു, എല്ലാവരും പറഞ്ഞ അനുസരിച്ച് നിൽക്കണം, അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ അതുപോലെ കേൾക്കണം എന്നൊക്കെ പറഞ്ഞു തന്നു. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ഏകദേശം ഒരേ സമയത്തൊക്കെ വന്നവരാണ്. അപ്പം അന്നത്തെ കാലത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ വീട്ടുകാർ പറയുന്ന, ചെല്ലുന്ന വീട്ടിലെ പ്രായമുള്ളവർ പറയുന്നത് കേട്ട് അവിടുത്തെ സാഹചര്യം അനുസരിച്ച് ജീവിച്ച് ഓണം നമ്മളെ പിന്നെ വീട്ടിലോട്ട് വരുന്നതൊക്കെ മോശമാ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് അന്ന് പറഞ്ഞു വിടുന്നത്. എന്തോ രാവിലെ എണീറ്റ് കുറച്ചൊക്കെ ആണെങ്കിലും അമ്മയുടെ ചെറുപ്പത്തിൽ അമ്മ ജോലിയൊക്കെ ചെയ്ത്, ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ പഠിക്കാൻ പോകുന്നു. പിന്നെ അങ്ങനെ ഒത്തിരി ജോലി ചെയ്യാനും അറിയത്തില്ല, കുക്കിംഗ് ഒന്നും വലുതായിട്ട് അറിയത്തില്ല. പക്ഷെ നമുക്ക് 3 പേർക്കും ഒന്നും അറിയാൻ വയ്യാത്തവരായിരുന്നു. പക്ഷെ ചെറുതായിട്ടൊക്കെ പഠിച്ചു. ഞാനും പഠിച്ചു ചെറുതായിട്ടൊക്കെ പഠിച്ചു. എന്റെ ഭർത്താവിനെ പാചകങ്ങൾ മിക്കവാറുള്ളതൊക്കെ അറിയാമായിരുന്നു. ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയാം, നെയ്യപ്പം ഉണ്ടാക്കാൻ അറിയാം, അങ്ങനെ പലഹാരങ്ങൾ ഉണ്ടാക്കാനൊക്കെ അറിയാമായിരുന്നു. എന്റെ ഭർത്താവ് അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യത്തില്ലായിരുന്നു. ഇപ്പം ഞാൻ മെമ്പറായി, ഇപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി വെളിയിൽ പോയി. അപ്പോൾ അന്ന് ആ സാഹചര്യം തൊട്ടാണ് എന്തേലും ചോറൊക്കെ എടുത്ത് കഴിക്കുകയും ഒരു കാപ്പിയൊക്കെ അനത്താൻ തുടങ്ങിയത്. അതിന് മുമ്പ് ഒന്നും ചെയ്യത്തില്ലായിരുന്നു. ഒന്നും അറിയത്തില്ല, ചായ പോലും ഉണ്ടാക്കാൻ അറിയത്തില്ല. സരസമ്മച്ചി എന്തുവായിരുന്നു വാസുവച്ചനെ വിളിച്ചോണ്ടിരുന്നേ? സാറേന്ന് വിളിക്കും. സാറായിരുന്നോ? ഏത് സബ്ജക്റ്റ് ആയിരുന്നു പഠിപ്പിക്കുന്നത്? കണക്ക്. കണക്കും ഇംഗ്ലീഷും. ഞാൻ ചേട്ടാന്നാ വിളിക്കുന്നത്. ചേട്ടാ, ഞാനും ചേട്ടാന്നാ വിളിക്കുന്നത്. എപ്പോഴാ വാസുവച്ചി ആദ്യമായിട്ട് കണ്ടേ? ആദ്യമായിട്ട് എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ കണ്ടു. പെണ്ണ് കാണാൻ വന്നപ്പോ അന്ന് നിങ്ങൾ മാറി നിന്ന് സംസാരിച്ചായിരുന്നോ? ഇല്ല ഇല്ല ഇല്ല, അന്ന് അതൊന്നും ഇല്ല. അന്ന് ഞങ്ങൾ സംസാരിച്ചില്ല. ഇവിടെ ക്ലിനിക്കില് അപ്പം പട്ടാളത്തിൽ നിന്ന് അവധിക്ക് വന്നപ്പോ എന്നെ കണ്ടു. അങ്ങനെ കണ്ടിട്ടാണ് എന്നെ കല്യാണം ആലോചിച്ചത്. കാണുന്നത് എന്റെ സീനിയർ ആയിരുന്നു. സരസമ്മച്ചി അന്ന് വാസുവച്ചിയോട് എതിർത്ത് സംസാരിക്കുക വല്ല ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഒന്നും സംസാരിച്ചിട്ടില്ല. ദേഷ്യപ്പെട്ടിട്ടില്ല? വാസുവച്ചി തിരിച്ച് ദേഷ്യപ്പെട്ടിട്ടുണ്ടോ? ചിലപ്പോഴൊക്കെ, എന്നാലും ഒന്നും പറയത്തില്ല. സരസമ്മച്ചി ഒന്നും പറയത്തില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെടുത്തില്ല. ഒന്നും പറയത്തൊന്നുമില്ല. ഇപ്പം വല്ലതൊക്കെ പറയും. ഇപ്പൊ അതൊക്കെ മാറി. ഇപ്പൊ രണ്ടുപേരും അങ്ങോട്ടും പറയും ഇങ്ങോട്ടും പറയും. അതൊന്നും കുഴപ്പമൊന്നുമില്ല. അത് പണ്ട് തൊട്ടേ ഉണ്ട്. അത് ഞങ്ങളുടെ ലവ് മാരേജ് ആണ്, ആ സമയം തൊട്ടേ ഉണ്ട്. അതുപോലൊക്കെ തന്നെ ഇപ്പോഴും പോകുന്നു. അല്ലാതെ വലിയ പ്രശ്നങ്ങളോ ഭൂകമ്പങ്ങളോ ഒന്നുമില്ല. അന്നത്തെ അത്ര ഇപ്പൊ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു, കല്യാണം കഴിഞ്ഞതിന് ശേഷം. ഫോണിലും അതൊന്നും കാണുന്ന ഒന്നും അല്ല ജീവിതം. നമ്മള് നമ്മുടേതായിട്ടുള്ള രീതിയിൽ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ അച്ഛനെയും അമ്മയും പറഞ്ഞനുസരിക്കുകയും, പിന്നെ ഒത്തിരി ഒന്നും അവരുടെ അടിമയായിട്ടൊന്നും ജീവിക്കണമെന്ന് ഞാൻ പറയത്തില്ല. കാര്യം അവരവർക്ക് കുറെ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. ആ സ്വാതന്ത്ര്യത്തിലൊക്കെ ജീവിക്കണം. നമ്മളെ പിടിച്ചു കെട്ടി അടിച്ചു കെട്ടി ഇങ്ങനെയൊന്നും ഇങ്ങനെ പണ്ടത്തെ കാലത്തെ എല്ലാം കേട്ടവിടെ കിടക്കണമെന്നൊന്നും ഉള്ള ജീവിക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്വാതന്ത്ര്യത്തിൽ തന്നെ ജീവിക്കണം. അനുസരിച്ച് ജീവിക്കണം. പിന്നെ കൂടുതൽ സഹിക്കാൻ വയ്യാതെ വരുമ്പം അങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ പറയത്തില്ല. അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്, അതനുസരിച്ച് ജീവിക്കുക.
കുറച്ചൊക്കെ വിട്ടുവീഴ്ച ചെയ്തും ജീവിക്കാം. മനസ്സിലാക്കി ജീവിക്കുന്നതാണ് നല്ലത്. വ്യത്യാസമുള്ള 2 ആൽബങ്ങളാണ്. ഇത് അമ്മയുടെ അച്ഛന്റെ കല്യാണ ആൽബം. ഇത് എത്ര വർഷമായി അമ്മേ? ഇതിപ്പോ 28 വർഷം. 28 വർഷം മുൻപുള്ള ഒരു ആൽബമാണ്. നമ്മ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഈ സാരി ഒക്കെ ഇവിടെ ഉണ്ട്. എന്നെ വന്നപ്പോ കാണിച്ചാൽ മതി. കല്യാണ സാരി, ബ്ലൗസും എല്ലാം. ഈ ബ്ലൗസ് എനിക്ക് കയറും, അമ്മയുടെ കല്യാണ ബ്ലൗസ്. ഇതാ ഏത് സ്റ്റുഡിയോ ആയിരുന്നു? ഉദയ സ്റ്റുഡിയോ. ഈ ആള് തന്നെയാണ് നിങ്ങൾ? ഈ അമ്മയുടെ അച്ഛന്റെ ഫോട്ടോ എടുത്ത ആള് തന്നെയാണ്. ആളിന്റെ മകനാണ്. എന്നോട് പഠിച്ച. ഞങ്ങളുടെ കല്യാണത്തിന് ഫോട്ടോസ് എടുത്തത്. ഇതാ ഞങ്ങള് പറഞ്ഞ വാസു വെച്ച. ഇപ്പൊ ഇത് ആരാന്ന് മനസ്സിലായി. ഇത്രയും നേരം നമ്മളോട് സംസാരിച്ച സരസമ്മ ചെയ്ത്.